നമ്മൾ മത്തി വെക്കുന്നുണ്ടേ മേലേക്ക്. അമ്മ അച്ഛൻ മീൻ മണിക്കാൻ പറ്റി കൊറേ സമയമേ അതെവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും. അച്ഛൻ നിങ്ങൾ മീൻ മണിക്കാൻ പറ്റി എവിടെ പോയി ഇത്ര സമയം? അതിന് നേന്ത്രക്കായില്ലല്ല റോസ്റ്റിന്റെ കായ് മതിയമ്മേ. മതി അതിട്ട് വെക്കല്ലേ. അമ്മ ഒന്ന് ഇത് മുറിച്ചിടുമ്മേ. ഞാനൊന്നാ കായ് ഇരുന്നിട്ടേ. വേണ്ട അച്ഛൻ പോണ്ട, ഞാൻ പോയിക്കോളും. ഹലോ, നമസ്കാരേ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മത്തിയും കായ്. അപ്പോൾ നേന്ത്രക്കായില്ല, അതിന് പകരം റോബസ്റ്റ കായാണ് അല്ലേ. റോബസ്റ്റ കായ് ഇട്ടിട്ട് വെക്കലുണ്ട്. നേന്ത്രക്കായ്ക്ക് പോരാ അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റോബസ്റ്റ കായും മത്തിയും കൊണ്ട് ഒരു കറിയാക്കാം, മത്തിയും കായ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് റോബസ്റ്റ കായാണ്. ശരിക്കും മൂത്തിട്ടാവും അല്ലേ. വെക്കണ്ട ഭാഗമുണ്ട്. മഞ്ഞൾ ഇട്ട് വെച്ചോളാണ് അല്ലേ. മഞ്ഞൾ കലക്കിയ വെള്ളത്തിലേക്ക് മുറിച്ചിടുന്നത് കറ പോവാൻ വേണ്ടിട്ട്. കുറച്ച് സമയം നിൽക്കട്ടെ, കറയിലൊന്നും പോട്ട്. എന്തിന്റെ അച്ഛൻ കൊണ്ടുവന്നേ മത്തി? അച്ഛൻ കൊണ്ടുവന്ന മത്തി സൂപ്പർ മത്തി. സൂപ്പർ മത്തിയാ? നിങ്ങനെ ചീഞ്ഞ മത്തി വാങ്ങിച്ചോണ്ടല്ലോ. ഞാൻ രാവിലെ വാങ്ങുന്നേറ്റല്ലേ. അച്ഛൻ നോക്കിട്ടേ എടുക്കൂലേ. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിന്. അപ്പൊ ഞാൻ ഇന്ന് വരുമ്പോ മത്തി വാങ്ങിയിട്ട. അപ്പൊ ഞാൻ കുറച്ച് വന്നിട്ട് ഇവിടെ കടന്നുറങ്ങി. അതുകൊണ്ട് അച്ഛനായിന്ന് മീൻ മണിക്കാൻ പോയിനി. മത്തി കിട്ടി. നല്ല മത്തി തന്നെയാണല്ലോ അത് പറയുന്നത്. ഇപ്പൊ അണർന്നുണ്ടാവില്ല നല്ല മത്തിയില്. അണറ വെക്കുന്ന സമയല്ല അല്ലേ. നെയ്യ് ഉണ്ടാവണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അണറ വെക്കുന്ന ആ സമയത്ത് മത്തി നല്ല ടേസ്റ്റാണ്. മത്തിയുടെ അണറ നല്ല രസമാണല്ലേ. അങ്ങനെ നമ്മുടെ മത്തി മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മത്തിയുടെ വേസ്റ്റ് പൂച്ചയൊന്നും ഇല്ല അല്ലേ. നങ്ങ കൊണ്ടച്ചേ വന്നിട്ട് തിന്നോട്ട്. പൂച്ചയോ കാക്കയൊന്നും തിന്നിട്ട് അല്ലേ. എന്താ തൊണ്ടങ്ങാക്ക തിന്നിട്ട് അല്ലേ. എന്ത് വേണ്ടേ. അടച്ച പൂച്ച 2 ഉണ്ടായിനമ്മ. നമ്മളിവിടെ 2 പൂച്ച ഉണ്ടായി. ഇടക്കിടക്ക് വരാനുണ്ട്. അപ്പൊ നമ്മുടെ മത്തി ഉപ്പിട്ടിട്ട് നല്ല വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. കഴുകാണ്ട് ക്ലീൻ ചെയ്ത് വെക്കുക. അമ്മ വന്നാല് കേട്ടോ. ആയി ഇനി അമ്മയാണ്. ആദ്യം നമ്മുടെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലേ. ഇച്ചിരി വെളിച്ചെണ്ണ ആക്കുന്നുണ്ടേ. നീ കായല്ലേ. ചട്ടിയിലേക്ക് കായ ഇട്ട് കൊടുക്ക.
കുറച്ച് മഞ്ഞപ്പൊടി അല്ലേ? മഞ്ഞപ്പൊടി കുറച്ച് പറങ്കിപ്പൊടിയേ, കുറച്ച് ഉപ്പ്, ഉപ്പ് പാകത്തിന് ഉപ്പ്, നോക്കിട്ടിടാമേ. 2 പച്ചമുളക് അല്ലേ കീറിയിടുന്നുണ്ടേ. കുറച്ച് കരിയാമ്പില, 2 തണ്ട് കരിയാമ്പില അല്ലേ? കരിയാമ്പ് നമ്മളെ മീൻ വെച്ച് കൊടുക്കാം മേലെ. നമ്മൾ മത്തി വെക്കുന്നുണ്ടേ മേലേക്ക്. അപ്പൊ ഇനി കുറച്ച് വെള്ളം, ബഹുവാൻ ആവശ്യമായ വെള്ളം അല്ലേ? മതിയില്ലേ? മതിയല്ലേ? നോക്കിട്ട്. അപ്പൊ തീ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് കൊടുക്കാം അല്ലേ? വിട്ട് കുത്തുന്നില്ലേ? തേങ്ങ ഒതുക്കി എടുക്കണം അല്ലേ? കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് പറങ്കിപ്പൊടി, അപ്പുറത്തന്നെ കുട്ടിയായതുകൊണ്ട് പിടിക്കാൻ കഴിയില്ല. അതിൻ്റെ ഒരു ഇതുണ്ട് അല്ലേ? പൊട്ടിയതായതുകൊണ്ട്. വെളുത്തുള്ളിക്ക് ഭയങ്കര പൈസയാണ്. അത്ര എടുത്തിട്ടല്ലേ പുറത്തേക്ക് തീർക്കില്ല. ബന്ധുവാ കായ് ബന്ധു അല്ലേ? മത്തി ബന്ധില്ലേ? ഇനി മത്തി ഒരു പാത്രത്തിൽ എടുക്കാം അല്ലേ? അപ്പൊ നമ്മുടെ മത്തിയുടെ മുള്ള് കുടഞ്ഞിടാം, മുള്ള് കളയാം. അപ്പൊ നമ്മുടെ മത്തിയുടെ മുള്ളെല്ലാം വേർപെടുത്തി വെച്ചിട്ടുണ്ടേ. ഇനി മത്തിയിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത്, ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അമ്മ പറയുന്ന ഉപ്പ് പറ്റീനോ നോക്കണേ. അമ്മ ഇരുന്ന് അന്ന് നിർദ്ദേശം നൽകുന്നുണ്ട് അല്ലേ? നമുക്ക് കഴിഞ്ഞില്ല. അമ്മ ആക്കട്ടെ. കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പൊ ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കലക്കി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മത്തിയും കായും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് വറുത്തിടണം അല്ലേ? ഇറക്കി വെച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വറവിന് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം.
കറിവേപ്പില, നോക്കിയമേ. ചെറിയ ചെറിയ മുള്ളുണ്ടാവും അല്ലേ അതിന്റെ? ചെറുതുണ്ടാവും. സൂപ്പർ. നേന്ത്രക്കായനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? റോബസ്റ്റ കയ്യ അമ്മേലും ഇടലുണ്ട്, ഇത് വണ്ടേ ഇടലുണ്ട്. കഞ്ഞിക്കല്ലെന്നല്ലേ? ചോറിനൊന്നല്ല, കഞ്ഞിക്കല്ലിൽ കറി വേണം അല്ലേ? ചാറുകറി ഒരു അച്ഛന് വേഗം കൊടുക്കാം. അച്ഛന് ഇഷ്ടപ്പെടും. അച്ഛൻ ഇങ്ങനത്തെ കറി ഭയങ്കര ഇഷ്ടം. അച്ഛന് വേഗം കൊണ്ട് കൊടുത്തേ. 1:15 അച്ഛൻ 1:30 ചോറ്. താറ്റ കൊടുത്തേ. അമ്മ താറ്റ. ടാറ്റാ. ഓക്കെ.